ആക്ച്വലി സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് മോഡലിംഗ് ചെയ്യുന്നതാണ്. ഞങ്ങള് ലീമറിന്റെ പരസ്യം ചെയ്തിട്ടുണ്ട്, ഓർക്കണോ? അതിനുശേഷം പിന്നെ സ്റ്റാർ മാജിക്കിൽ കണ്ടു. അങ്ങനെ വേഗം പിന്നെ സിനിമകൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകും. പെട്ടെന്ന് ഒരു ദിവസം തന്നെ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നു, ഓർമ്മയുണ്ട്? അതും ഒരു കല്യാണ ദിവസമാണ്. പരിചയപ്പെട്ട് സന്തോഷം. പിന്നെ ഞങ്ങളെ കുറിച്ച് സംസാരിച്ചു. പിന്നെ എനിക്ക് ഇൻവിറ്റേഷൻ അയച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. മാഷാ അല്ലാഹ്. അത് ഭയങ്കര ഈ സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒത്തിങ്ങനെ ചെറിയ ചെറിയ ഫംഗ്ഷൻസുകളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ഞാൻ ഇന്ന് വരാം, അനുമോള് ഇന്നാ വരുന്നത് പറഞ്ഞപ്പോൾ എന്ന് പറയാം. കാര്യം അനുമോള് വരുന്ന ദിവസം വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം എന്നെ ആളുകൾ തിരിച്ചറിയും. കാര്യം അത് അനുമോള് ബിഗ് ബോസ് ഒക്കെ ചെയ്തിട്ട് തിളങ്ങി. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത് എനിക്ക് പൊക്കമില്ല, അതുകൊണ്ട് പൊക്കി പറഞ്ഞാൽ കുഴപ്പമില്ല. അതുകൊണ്ട് വിഷയമല്ലോ 10 ആളുകളൊക്കെ. ഒന്നാമത് കുറച്ച് ആളുകൾക്ക് നിന്നെ മനസ്സിലായിട്ടില്ല. ഞാൻ ഇന്നിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ മനസ്സിലാക്കും, വളരെ ഫോട്ടോ എടുക്കും. അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ലാതെ പിടിച്ചേക്കാൻ. അടുത്ത ബിഗ് ബോസിൽ നിന്നെ ആൾക്കാർ മറക്കും. അങ്ങനെ എല്ലാവർക്കും സ്വാഭാവികമാണ്. എന്നെ ആൾക്കാർ മറന്നുപോയതാണ്. ഒരിക്കലും അടുത്ത ബിഗ് ബോസ് വരുമ്പോൾ അനുമോളെ ആരും മറക്കില്ല. അതിനുള്ള കണ്ടന്റ് അനുമോള് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയല്ല, ബിഗ് ബോസിൽ കയറുന്നതിന് മുന്നേ ഒരു അനുമോൾ ഉണ്ടായിരുന്നു. അല്ല, എല്ലാവരുടെ മനസ്സിലൊരു അനുമോൾ ഉണ്ട്. അത് ഒരിക്കലും മറക്കില്ല. അത് ബിഗ് ബോസ് എന്നല്ല, ഇനി ഏത് ഷോ ചെയ്താലും ചെയ്തില്ലെങ്കിലും ആരും എന്നെ മറക്കില്ല. അല്ലേ? കാരണം എല്ലാവരും ഒരു ഫാമിലിയിൽ ഒരു മെമ്പറായിട്ട് എന്നെ കാണുന്നുണ്ട്, അല്ലേ? അതുകൊണ്ട് എന്നെ മറക്കില്ല. നിങ്ങളെ മറന്നാലും എന്നെ മറക്കില്ല. ഇപ്പൊ എല്ലാരും ഷിയാസ്കേനെ മറന്നില്ലേ? എല്ലാരും കണ്ടില്ലേ? ഹൈറ്റ് ഉള്ളതുകൊണ്ട്. ഈ മേഘ പറഞ്ഞതാണ്, ഹൈറ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ പിടിച്ചു നിന്നതെന്ന് ഞാൻ പറയുന്നത്. സത്യം, ബിഗ് ബോസിന് അങ്ങനെ തന്നെ പോയത്. ഹൈറ്റ് ഉള്ള ആളും അസംബ്ലിയിലും എന്നെ ബാക്കിൽ നിർത്തി, എല്ലായിടത്തും ബാക്കിൽ നിർത്തി. ഇവിടെ നിങ്ങൾ എന്നെ ബാക്കിൽ നിർത്തുന്നത്. അനുമോള് ബേസിക്കലി ഞാനെന്ന് പറയുന്നത് നിന്റെ അടുത്ത് പറഞ്ഞത് കുറച്ച് ആളുകൾ നിന്നെ കണ്ടിട്ടില്ല. ഒന്നാമത് ഈ ബാക്ക് പുസ്തകം വന്നത് ഇതിപ്പോള് സെൻട്രൽ അട്രാക്ഷൻ ആണ്. ഇത് സ്റ്റാർ മാജിക് അല്ല. അതെ 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 അതെ. അപ്പോൾ ഇവിടെ അനുമോള് വന്നു. അനുമോള് ഭയങ്കര ബിസിയാണ് ഇപ്പോൾ. ഇനാഗ്രേഷൻസ് എല്ലാം ഉണ്ട്. ഞാൻ ഫോൺ വരെ അനുവിനെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. പക്ഷെ വോയിസ് റിട്ടേൺ ആളെപ്പോഴും അവൈലബിൾ ആണ്. എനിക്ക് തോന്നി ഞാൻ ബിഗ് ബോസിൽ നിന്ന് ആദ്യം ഇറങ്ങിയ ടൈമിൽ അനുവിനെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പം ഞാൻ വോയിസ് അയച്ചു, കുറേ ആശ്വാസ വാക്കുകളൊക്കെ പറഞ്ഞു. അനുവിന് ഓക്കെ ആയിരുന്നു. ഇനി ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഒരു ഞങ്ങളുടെ ഓക്കെ. അപ്പോൾ ഈ വെഡിങ്ങിന് ഇവിടെ വന്ന ഷിയാസ്കയ്ക്കും അനുവിനും എൻ്റെ ഒരു ബിഗ് താങ്ക്സ്. ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. കല്യാണ ചെക്കൻ പറഞ്ഞ റിസപ്ഷൻ വയ്ക്കാനുള്ള റീസൺ തന്നെ അനുവിന്റെ ഡേറ്റ് ഫ്രീ ആയതുകൊണ്ടാണ്. എല്ലാവരും വന്നതിൽ സന്തോഷം.